നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ലൈസൻസിംഗ് ബോർഡിൻ്റെ പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട്. അറിയിപ്പ് ഇതാണ്: പെർമിറ്റ് ലൈസൻസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടികൾ സംരക്ഷാ സോഫ്റ്റ്വെയറിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ യഥാസമയം പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എല്ലാ പെർമിറ്റ് ലൈസൻസുകളും സംരക്ഷയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള കാലാവധി 1/6/2026 മുതൽ 3 മാസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചുകൊണ്ട് ഉത്തരവാകുന്നു. ഈ അവസരം എല്ലാ പെർമിറ്റ് ലൈസൻസ് ഹോൾഡേഴ്സും പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇനിയൊരു അവസരം ലഭിക്കുകയില്ല എന്ന് അറിയിക്കുന്നു. അതായത് നിലവിൽ ഇലക്ട്രിക്കൽ ലൈസൻസ് ഉള്ള എല്ലാവരും തന്നെ, ഇപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ കോൺട്രാക്ടർ ലൈസൻസ് A-B-C ക്ലാസ്സുകളായിക്കോട്ടെ, അതേപോലെ തന്നെ സൂപ്പർവൈസർ ലൈസൻസുകൾ A-B ക്ലാസ്സുകളായിക്കോട്ടെ, അതേപോലെ തന്നെ വയർമാൻ പെർമിറ്റ് എന്നിവയെല്ലാതും സംരക്ഷ സോഫ്റ്റ്വെയറിൽ samraksha.cei kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം നിലവിലുള്ള എല്ലാ പെർമിറ്റുകളും ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത് ചേർക്കാത്ത പക്ഷം നിങ്ങളെ ലൈസൻസ് പുതുക്കുന്നതിനും അല്ലെങ്കിൽ മറ്റ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനെല്ലാം തടസ്സം നേരിടുന്നതാണ്. ഇപ്പം ഇതുവരെ സംരക്ഷയിൽ ചേർക്കാത്തവർ ഇത് നിർബന്ധമായിട്ടും ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്നതിന് നിങ്ങളുടെ ഫോട്ടോ, ഒപ്പ്, അതേപോലെ നിലവിലുള്ള ലൈസൻസുകൾ അല്ലെങ്കിൽ പെർമിറ്റുകൾ അതെല്ലാം ഒറിജിനൽ സ്കാൻ ചെയ്ത് ഈ സംരക്ഷയിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ വയർമാൻ പെർമിറ്റുകളാണെങ്കിലും ഇത്തരം എല്ലാ ഡോക്യുമെൻറ്റുകളും ഇതിലേക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് സംരക്ഷയിൽ ഇതുവരെ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ samraksha.cei kerala.gov.in എന്ന് പറയുന്ന സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എക്സിസ്റ്റിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ആഡ് എക്സിസ്റ്റിംഗ് ലൈസൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലൈസൻസ് ചേർക്കാവുന്നതാണ്. ഓക്കെ, എല്ലാവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക.